ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഏഗൺ ലേണിംഗ്. മക്കളെ, ഹിന്ദി എക്സാം ഇങ്ങ് അടുത്തെത്തി അല്ലേ? അപ്പോൾ നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കഥകളിലൊക്കെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടാകും, ഒരുപാട് ക്യാരക്ടേഴ്സും ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഈ ലെറ്റർ ഒക്കെ ചോദിക്കുമ്പോൾ ഏത് ക്യാരക്ടറിൻ്റെയും ലെറ്റർ വേണമെങ്കിലും ചോദിക്കാം, ഏതൊരു സംഭവം വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ആ സംഭവം ഞാൻ നന്നായി പഠിച്ചില്ല എന്ന് കരുതി നിങ്ങൾ ആൻസർ എഴുതാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഇങ്ങനെയുള്ള ഈ ലെറ്റർ, ഡയറി, ഇതിൻ്റെ ഒക്കെ ഒരു ഫോർമാറ്റാണ് നമ്മൾ പഠിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ചാപ്റ്ററിൽ നിന്ന് പത്രം ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഈ ഒരു സംഭവം ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഇത്രയും നിങ്ങൾ നന്നായിട്ട് എഴുതി എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത്രയും കാര്യങ്ങൾ, ഇപ്പം നമ്മളൊരു ലെറ്റർ എഴുതുമ്പോൾ ഡേ വേണം, ഡേറ്റ് വേണം. ഇതൊരു ലെറ്റർ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഡേറ്റ് വേണം. പിന്നെ അത് കൂടാതെ നമ്മുടെ സ്ഥാനം, ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ അവിടെ സ്ഥാനം കൊടുക്കണം അല്ലേ, പ്ലേസ് കൊടുക്കും. എന്നിട്ട് നമ്മൾ പ്രിയ മിത്ര, എപ്പോഴും നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയാൽ മിത്രന്, സുഹൃത്തിന് കത്തെഴുതാനാണ് എപ്പോഴും ചോദിക്കാറ്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചു വെക്കുക പ്രിയ മിത്ര. ഇവിടെ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യം, മിത്ര എന്ന് എങ്ങനെ എഴുതാം എന്ന് നിങ്ങൾ ചിന്തിക്കണം. പ്രിയ മിത്ര, ത്ര കണ്ടോ, കെ നമ്മൾ തിരിച്ചെഴുതൂലേ അതുപോലെ. എന്നിട്ട് പ്രിയ മിത്ര എന്ന് എഴുതുന്നു. എന്നിട്ടോ തും കേസേ ഹോ, ആദ്യം തന്നെ നമ്മൾ ഒരു ടോക്ക്, ഇപ്പോൾ ഒരു ഫോണാണെങ്കിലും നമ്മൾ അവിടെ എന്താണ്, നിനക്ക് സുഖമാണോ, എന്തൊക്കെ ഇരിക്കും എന്നിട്ടൊക്കെ നമ്മൾ നമ്മുടെ കാര്യം, വിളിച്ച കാര്യം നമ്മൾ അറിയിക്കുന്നത്. അതേപോലെ തും കേസേ ഹോ, സോച്ചിതാഹും, സോച്ചിതാഹും ഞാൻ വിചാരിക്കുന്നു, ഗർമേ സബ് ടീക്ക് ഹേ, എല്ലാവരും വീട്ടിൽ സുഖമായി ഇരിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. മുझे തുംസെ ഏക് ജറൂരി ബാത് കഹനാ ഹൈ, എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ചോദ്യത്തിൽ ഏത് ഇൻസിഡൻ്റ് ആണ് തന്നത്, ഏത് ഘടനയാണ്, ഏതെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ച് കത്തെഴുതാൻ നമുക്ക് ചോദ്യത്തിൽ വരും. ആ സംഭവം ഇവിടെ എഴുതണം. എഴുതുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും അവിടെ ക്യാരക്ടറിൻ്റെ പേരല്ല എഴുതേണ്ടത്. അവിടെ മേ എന്ന് കൊടുക്കാം. മേ ജാത്തേ സമയ, മേ ചലത്തേ സമയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആണ് നമ്മളവിടെ സംഭവങ്ങൾ, ആ ഒരു ഇൻസിഡൻ്റ് എഴുതേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പത്ര മിൽത്തേ ഹി അല്ലേ, പത്ര മിൽത്തേ ഹി ചിട്ടി ലിഖ്ന, വേണമെങ്കിൽ അവിടെ വാപ്പസി ചിട്ടി എന്ന് എഴുതാം അല്ലെ. നീ കത്ത് കിട്ടിയ ഉടനെ നീ എന്ത് എഴുതണം, മറുപടി കത്ത് എഴുതണം എന്ന് നമുക്ക് അവിടെ എഴുതാം. എന്നിട്ട് പ്രത്യേകം നിർബന്ധമായി വെക്കേണ്ട കാര്യം തുമാരി സഹേലി അല്ലെങ്കിൽ മിത്ര എന്ന് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഒരു പത്രത്തിൻ്റെ ഫോർമാറ്റ്. ഇനി നമ്മളൊരു ഡയറിയുടെ ഫോർമാറ്റിലേക്ക് വന്നാൽ, ഡയറി എന്ന് നിങ്ങൾ ഹെഡിങ് കൊടുക്കാം. നമ്മൾ ഡേറ്റ് എഴുതുന്നു, നമ്മൾ ഒരു ഡേ കൊടുക്കുന്നു. ആജ് കെ ദിൻ മേ കേസെ ഭൂലും, എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റ് ആണെന്നുള്ളത് നമുക്കറിയാലോ. അപ്പോൾ നമുക്ക് ചോദിക്കാം, ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും. ആജ് ഖുഷി അല്ലെങ്കിൽ ദുഃഖ് കാ ദിൻ താ, ഇന്ന് സന്തോഷത്തിൻ്റെയോ അല്ലെങ്കിൽ ദുഃഖ്, എന്തെങ്കിലും ഒരു, നമുക്ക് എപ്പോഴും സന്തോഷമോ അല്ലെങ്കിൽ ഒരു ദുഃഖമോ അതായിരിക്കുമല്ലോ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒന്നെങ്കിൽ ഖുഷി സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു അല്ലെങ്കിൽ ദുഃഖത്തിൻ്റെ ദിവസമായിരുന്നു. കാരണം ക്യൂങ്കി, എന്നിട്ട് നമുക്ക് അവിടെ എഴുതാം ക്യൂങ്കി, അതിനുള്ള കാരണം. അവിടെയാണ് നമ്മൾ ആ ഇൻസിഡൻറ്റ് എഴുതേണ്ടത്. ക്യൂങ്കി ആജ് ഏസാ ഹുവ, ഇന്ന് ഇങ്ങനെ സംഭവിച്ചു. എന്നിട്ട് നമുക്ക് ആ കാരണം അവിടെ എഴുതി കഴിഞ്ഞാൽ, ഇങ്ങനെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് 4 മാർക്കിനാണ് ഡയറി ചോദിക്കുക, 4 മാർക്കിനാണ് പത്രം ചോദിക്കുക. ഇതിൽ 2 മാർക്ക് ഷുവറായിട്ട് കിട്ടിയിരിക്കും. ഇനി നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ് പോസ്റ്റർ അല്ലേ. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, നല്ല ആകർഷണീയത ഉണ്ടായിരിക്കണം. ഒരു പോസ്റ്റർ എന്ന് പറയുന്നത് നല്ല അട്രാക്റ്റീവ് ആയിരിക്കണം, അത് കാഴ്ചയിൽ നല്ല ഭംഗി ഉണ്ടാകണം, അത് നോക്കണം. അപ്പോൾ എപ്പോഴും ഒന്നെങ്കിൽ നമുക്ക് പ്രകൃതി സംരക്ഷൺ കെ ബാരേമേ ഏക്ക് പോസ്റ്റർ തയ്യാർ കീജിയേ എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രകൃതിയെ കുറിച്ച് ഒരു വിധം കുട്ടികളൊക്കെ ചെയ്യാറുണ്ട്. എന്നാലും നിങ്ങൾ ആ 3 മാർക്ക്, പോസ്റ്റർ വളരെ ഈസിയാണ്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും എഴുതി വെച്ചാൽ 3 മാർക്ക് കിട്ടും എന്ന് നിങ്ങൾ ധരിച്ചു വെക്കരുത്. അതിനെ നല്ല വൃത്തിയായി തന്നെ ചെയ്യാം. പിന്നെ ചില കുട്ടികൾക്കുണ്ട് ഒരു പേജ് ഫുള്ളായിട്ട് ഒരുപാട് വലുപ്പത്തിൽ, അങ്ങനെയും നിങ്ങൾ പോസ്റ്റർ തയ്യാറാക്കേണ്ട കാര്യമില്ല. അതിന് വേണ്ട ഒരു വലുപ്പം മതി. പിന്നെ അതിനെ നല്ല ഭംഗിയിൽ ഒക്കെ ഒന്ന് വരച്ച് അല്ലേ, പ്രകൃതി പ്രകൃതി ഹി ജീവൻ ഹേ,
അല്ലേ? ഇനി പ്രകൃതി നഹി തോ ജീവൻ നഹി. ഇങ്ങനെ എഴുതാം അല്ലെ? എന്തൊരു സന്ദേശം നൽകുന്നതാണെങ്കിലും നമുക്ക് എഴുതാം. അത് നമ്മുടെ ജീവിതത്തിൽ വളരെ, ഇപ്പോൾ പാനി ആണെങ്കിലോ, പാനി നഹി തോ കൽ നഹി, പാനി നഹി തോ ജീവൻ നഹി, പാനി ജീവൻ കാ ആധാർ ഹേ, ഇതൊക്കെ കൊടുക്കാം. ഇനി ഇതൊന്നും കൂടാതെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ചായിരിക്കാം പോസ്റ്റർ. അങ്ങനെ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ അവിടെ എന്തൊക്കെ കൊടുത്തിരിക്കണം? ഒരു നാടകമാണെന്ന് നോക്കാം. അപ്പോൾ നാടകത്തിൻ്റെ ഒരു പേര് കൊടുക്കാം. നാടകത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്, അത് എഴുതാം. അതല്ലെങ്കിൽ വെറും നാട്ടക് എന്നാണെങ്കിൽ നാട്ടക് എന്ന് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ സങ്കോഷ്ടി എന്ന് വന്നേക്കാം. സങ്കോഷ്ടി എന്ന് പറഞ്ഞാൽ മക്കളെ നമ്മുടെ സെമിനാർ ഇല്ലേ, ഇതാണ് സങ്കോഷ്ടി ചലാത്തെ ഹേ എന്ന് പറഞ്ഞാൽ. ഇനി നിങ്ങൾക്ക് ആ വേർഡ് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ, എന്താണ് അവിടെ നടത്തുന്നത് എന്ന് മനസ്സിലാക്കിയാൽ അതെടുത്ത് എഴുതണം. അതാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് എഴുതേണ്ട കാര്യം. ഇനി നമുക്ക് എന്നാണ് ദിവസം എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു സ്കൂളിൽ ഇപ്പോൾ HSS വടകര എന്ന് കൊടുക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു സ്കൂൾ, അത് നമുക്ക് പോസ്റ്ററിൽ ഉണ്ടാകും, അത് നമുക്ക് ചോദ്യത്തിൽ ഉണ്ടാവും, അത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഡേറ്റ് കൊടുക്കാം. അപ്പോൾ 3/9 സുബഹ്, രാവിലെ ആയിരിക്കുമല്ലോ അല്ലേ? സുബഹ് 10 ബജെ. അത് നമ്മളെ ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ ആ സമയം കൊടുക്കണം. അതല്ലെങ്കിൽ ഇനി നമുക്ക് സ്ഥലം പ്ലേസ് കൊടുക്കുക. സ്കൂൾ സഭാഗൃഹ്. സബ്കോ സ്വാഗതം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് പോസ്റ്റർ പോസ്റ്റർ ഏത് ടൈപ്പാണെന്ന് വേണം നിങ്ങൾ ആദ്യം ചോദ്യം വായിച്ച് മനസ്സിലാക്കാൻ. ഏതെങ്കിലും ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന സന്ദേശം നൽകാനാണോ? ആണെങ്കിൽ അവിടെ നമ്മൾ ടൈം കൊടുക്കണം, ഡേറ്റ് കൊടുക്കണം. അത് നിങ്ങൾ നിർബന്ധമായും ചെയ്യണം. ഇനി അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ്, സമൂഹത്തിലേക്ക് ഒരു സന്ദേശം നൽകുന്ന പോസ്റ്ററാണോ, ഇത് രണ്ടും നിങ്ങൾ തിരിച്ചറിയണം. എന്നിട്ട് വേണം നിങ്ങൾ ആൻസർ അറ്റൻഡ് ചെയ്യാൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. ഇതിൽ തന്നെ നമ്മൾ എന്ത് പഠിച്ചു? ഒരുപാട് 4 മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. 4 മാർക്കിൻ്റെ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മുടെ ഹിന്ദി എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് നിർബന്ധമായും പഠിച്ചിട്ട് നിങ്ങൾ എക്സാമിന് പോകുക. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെക്കും ബൈ.